യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയുന്നത് രണ്ട് സമുദ്രങ്ങളുടെ സംഗമസ്ഥാനമാണ്. രണ്ട് സമുദ്രങ്ങൾ, ദ സീ ഓഫ് ക്രിയേഷൻ ആൻഡ് ദ സീ ഓഫ് ഡിവൈൻ. ഈ സൃഷ്ടിയുടെയും ആ ഡിവൈനിറ്റിയുടെയും സംഗമ സ്ഥാനമാണ് ഹൃദയം. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കിടന്ന് ഈ പ്രശ്നങ്ങളോടെല്ലാം നമുക്ക് മല്ലടിക്കാം. അതോടൊപ്പം നമുക്ക് അനന്തമായ ആ ആ താഴ്വാരത്തിലേട്ട്, അനന്തമായ ആ നിശ്ചലതയിലേട്ട്, അനന്തമായ ആ നിശ്ചലതയുടെ ആ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാനും നമുക്ക് കഴിയും, മനുഷ്യന് കഴിയും. അത് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ഒരു കണ്ണാടി പോലെയാണ്. അതിനെ തുടച്ച് മായയുടെ പൊടിയിൽ ആ മിഥ്യ, ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞ ആ നിങ്ങളൊരു മിഥ്യാ ലോകത്താണ് ജീവിക്കുന്നത്. ആരെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചാൽ നമ്മൾ വിഷമിക്കണം എന്നാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അവര് വിഷമിക്കണം എന്നല്ല, അവര് വിഷമിക്കട്ടെ എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളെ ആരെങ്കിലും വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിലൊന്നും വശംവദനാകുന്നവനല്ല. എന്റെ എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലൊന്നും ഫീല് ചെയ്യുന്ന ആളല്ല. ഫീല് ചെയ്യാതെ നമ്മൾ പുഞ്ചിരിയോടെ അവിടെ നിൽക്കുമ്പോൾ അവന്റെ ഹൃദയം തപിക്കാൻ തുടങ്ങും, അവന്റെ ഹൃദയം ഉരുകാൻ തുടങ്ങും, അവന്റെ ഹൃദയം വേവാൻ തുടങ്ങും, അവന്റെ ഹൃദയം എങ്ങനെ ഇടിക്കാൻ തുടങ്ങും. ഞാൻ ഇതെല്ലാം ചെയ്തിട്ടും അവൻ ആ പുഞ്ചിരിയോടെ നിൽക്കുന്നത് കണ്ടോ? എന്താണ് ഇവന്റെ ഉള്ളിലെ ശക്തി? അവന്റെ ഉള്ളിൽ പൈശാചികത കയറാൻ തുടങ്ങും. ഇല്ലെങ്കിൽ ആ പൈശാചികത നമ്മളെ ആക്രമിക്കാൻ തുടങ്ങും. ഇവിടെ നമ്മളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കണ്ണാടിയാകുന്ന, നമ്മൾ ആ കണ്ണാടി ഒന്നിങ്ങനെ പിടിച്ചാൽ അവൻ ഇങ്ങോട്ട് അടിക്കുന്ന സാധനം തിരിച്ച് അങ്ങോട്ട് പോയിട്ട് അവന്റെ അവിടെ പിടിക്കും. പക്ഷെ നമ്മുടെ കണ്ണാടിയിൽ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ കണ്ണാടി മൊത്തം പൊടി പിടിച്ചിരിക്കുകയാണ്. ഈ പൊടി പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഈ പൊടി വീണ്ടും വീണ്ടും വന്ന് ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കും, തിരിച്ചു പോകില്ല. നിങ്ങളുടെ ആത്മാവിൽ പിടിച്ചിരിക്കുന്ന പൊടി എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളാണ്, നിങ്ങളുടെ ഗ്രീഡി ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ്. ആക്രാന്തം എന്ന് പറയില്ല, ആക്രാന്തമാണ്. നിങ്ങളുടെ ഭയങ്ങളാണ്. നിങ്ങളുടെ ഭയങ്ങൾ അതൊന്നും ഇവിടെ സ്ഥാനമില്ല. പരസ്പരം അടിക്കുന്ന തിരമാലകൾ പോലെ അതിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. നമ്മൾ അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതെങ്ങാനും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവാഹിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഹ്യൂമനായി മാറും. അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്ന് നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ നേരെ അമലിലേക്ക് പോകും. മന്ത്രവാദം, കൂടോത്രം, കണ്ണീർ ഇതൊന്നും നിങ്ങൾക്ക് കേൾക്കില്ല. എല്ലാം തിരിച്ച് റിട്ടേൺ പോകും. നമ്മൾ ഒരിക്കലും അതിനെ ആവാഹിക്കാൻ റെഡിയായി നിൽക്കരുത്. ആ പൊടി വീണ്ടും 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 വന്ന് പറ്റിപ്പിടിക്കരുത്. മറ്റുള്ളവർ ചെയ്തോർത്ത് നമുക്ക് എന്തിനാണ് സങ്കടം വരേണ്ടത്? അവർക്കല്ലേ സങ്കടം വരേണ്ടത്. നമുക്ക് എന്തിനാണ് സങ്കടം വരേണ്ടത്? നമ്മൾ അതിനേക്കാളൊക്കെ അപ്പുറത്താണ്. വലിയ ഒരു ശാന്തമാകുന്ന അടിത്തട്ടുള്ള ഒരു കടൽ. ആ കടലിന്റെ മുകളിലെ വെറും തിരമാല മാത്രമാണ് ഈ സങ്കടവും വിഷമവും ഒക്കെ. നമ്മൾ അതിലേട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതാണ് പൊടി. ആ പൊടിയാണ് നിങ്ങൾ തുടയ്ക്കേണ്ടത്. അതാണ് പൊടി. മറ്റുള്ളവർ ചെയ്തോർത്ത് ചിന്തിക്കുമ്പോ സങ്കടം വരണമെന്ന് നമ്മളെ പഠിപ്പിച്ച ആ പിശാചിനെയാണ് നമ്മൾ അകറ്റേണ്ടത്. അപ്പോഴാണ് നമ്മൾ സൂപ്പർ ഹ്യൂമൻ ആകുന്നത്.